ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കണു. ഇത് കണ്ടില്ലേ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നൊരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതാണ് തക്കാളി. എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷെ ഇത് വീട്ടിലുണ്ടായ തക്കാളി. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട്ടിൽ ഫ്രഷ് ആയിട്ടൊരു ടൈനി, അയ്യോ എന്ത് ക്യൂട്ടാന്ന് നോക്കൂ. വീട്ടിലുണ്ടായ തക്കാളി കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇവിടെ ഉണ്ടായതാണ്. അല്ല, ഇവിടെ ഉണ്ടായതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഫ്രണ്ട് എനിക്ക് കൊണ്ടതാണത്. ഒത്തിരി ഉണ്ടെന്ന് നോക്കി. എനിക്കിത് കണ്ടിട്ടേ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞി തക്കാളി കാണുമ്പോൾ. എന്താണ് അറിയാറ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ നോക്കിയാൽ മുരിങ്ങക്കായ എന്തൊരു ഫ്രഷാന്ന് നോക്കിയേ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടും. അത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. മസ്കറ്റിൽ നോക്കിയത് ഗ്രീന് ഭയങ്കര ഫ്രഷ് ആട്ടോ. വെറുതെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല, വെള്ളം മാത്രം അവർ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അത് നമുക്കറിയാം. ഞാനും കുറച്ചിട്ടോ ചെടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കറിയാം, നമ്മളങ്ങനെ വല്ലാണ്ട് വളം ഒഴിച്ചു കൊടുക്കുകയും കുറേ അതും ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ മണ്ണിൻ്റെ പ്രത്യേകതയാണത്. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മുരിങ്ങക്കായും തന്നിട്ടുണ്ട്. ഇതും പക്ഷെ മുരിങ്ങക്കായ എന്തായാലും പെട്ടെന്ന് ചിലവായി. ഇത് സാമ്പാർ, അവിയലും പരിപ്പ് മുരിങ്ങക്കായൊക്കെ വയ്ക്കുമ്പോൾ അതെന്തായാലും ചിലവായിപ്പോവും. പക്ഷേ ഈ തക്കാളി ഇത്രയധികം ഞാൻ എന്ത് ചെയ്യും? അപ്പം എനിക്ക് പെട്ടെന്നല്ല, കുറച്ച് നേരമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുക. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ മിനിയമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാക്ക് ചെയ്തിട്ട് അമ്മയ്ക്കും കൊടുക്കാം. പിന്നെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണേ, അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണെന്ന് എനിക്കറിയാം. അങ്ങനെ അമ്മയ്ക്കും കൊടുക്കാം. പിന്നെ വേറൊരു ഫ്രണ്ടിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ റൊമാനി ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും ഉണ്ടാവുള്ളൂ, ബാക്കി എന്ത് ചെയ്യും നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇതുകൊണ്ട് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അപ്പോൾ ട്രൈ ചെയ്യാം. എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം അല്ലേ. കണ്ടോ ടൈനി അടിപൊളി തക്കാളി, വാവ് കിടു. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടില്ലേ, കലയാണ് കേട്ടോ ഇത് കൊടുത്ത് വിട്ടത്. കലയുടെ മോൻ കൊണ്ടുവന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ വെച്ചാൽ. കണ്ടോ, ഇത്രയേ ഉള്ളൂ ആള്. പക്ഷെ എന്തൊരു രസമാണെന്ന് അറിയാം. അപ്പോൾ ഞാനത് പറയണ്ട്. ഒരുപാട് നന്ദി കല, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമായി. എന്താ പറയണ്ടേ, ഇതിൽ വാക്കുകളില്ലേ പറയാൻ. നോക്കി ഇത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ടൈനി ഭയങ്കര ഇഷ്ടമാണ്. സോ ക്യൂട്ട് ഗായ്സ്. നമ്മുടെ തക്കാളിയൊക്കെ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായി ക്ലീനായിട്ട് മഞ്ഞളും ഉപ്പും വിനീഗറും ഞാൻ ഒഴിച്ചു കൊടുത്തു. നന്നായി ഞങ്ങൾ ക്ലീൻ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഇനി ഒന്നിനൊരു കുറവ് വേണ്ട. അപ്പോൾ നല്ല രസമുണ്ട് അല്ലേ. അങ്ങനെ ക്ലീൻ ആക്കാൻ ഇട്ടിരിക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കണം. ഓക്കെ, വെള്ളമൊക്കെ കളഞ്ഞ് ഇനി ഇതിൻ്റെ ഞെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് വെക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഗൈസ് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാമെന്ന്. കണ്ടോ, ബ്ലൂ സ്കൈ. നല്ല ക്ലൗഡ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവർ ഓടിപ്പോയി. അങ്ങനെ ഗൈസ് നമ്മുടെ കുക്കറിലേക്ക് തക്കാളി ഇട്ട് കഴുകി ക്ലീനാക്കി തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചുവന്നുള്ളി, ഞാൻ ചെറിയ ചുവന്നുള്ളിയാണ് ഇട്ടിട്ടിരിക്കുന്നത്. ഒരെണ്ണം പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കാനിടണം. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ കുക്കറിൽ ഞാൻ തക്കാളി വെച്ചിരുന്നില്ലേ, അപ്പോൾ അത് ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു. തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം ഇത്തിരി ഒഴിച്ചോളൂ, പക്ഷേ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഇത് ചൂടാറിയിട്ട് വേണം ഇത് മിക്സിയിലിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ ഞാൻ പകർത്താൻ പോകണം. അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കണമല്ലോ, തണുക്കണ്ടേ, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് പോവാം. അവിടെ നമ്മുടെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയുടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പ്യൂരി മാത്രം കളക്ട് ചെയ്യണം. അപ്പോൾ അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇങ്ങനെ അതിൻ്റെ സീഡും സ്കിന്നും അതും റിമൂവ് ചെയ്യണം. പിന്നെ പ്യൂരി മാത്രം എടുക്കണ്ടു കേട്ടോ. കണ്ടില്ലേ ഗായ്സ്, അപ്പോൾ ഇത്രത്തോളം സീഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ട് സീഡും സ്കിന്നും കളക്ട് ചെയ്ത് ഇത് നമുക്ക് വേണ്ട. അപ്പോൾ പ്യൂരി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വാട്ട് എ റെഡിഷ് കളർ.
അപ്പോൾ നമുക്ക് ഇനി റെഡിയാക്കാം. ഗായ്സ്, നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ട് ഡയറക്റ്റ് അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പ്യൂരി, തക്കാളിയുടെ പ്യൂരി അങ്ങോട്ട് ഒഴിച്ചു. അതിലേക്ക് ഇനി ഞാൻ ശർക്കര ഉരുക്കിയതാട്ടോ ഒഴിക്കുന്നത്. പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം, ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ടേസ്റ്റ് ശർക്കര ആഡ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ ഇത് മതിയില്ലേ, ഹെൽത്തി അല്ലേ. ഇതാ ഞാൻ കുറച്ചും കൂടി ശർക്കര ആഡ് ചെയ്തു കേട്ടോ. ശർക്കര പൊടിയാണ്, പൊടിച്ച് കൈ കൊണ്ട് പൊടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല, അത് ഇത്രയ്ക്ക് ഇടണുള്ളൂ കേട്ടോ. വല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ ഒരു ശകലമിടാം, കുറച്ചിടാം കേട്ടോ. ഇത് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ ഞാനൊന്ന് ഇട്ടാൽ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ഇന്ത്യൻ കറിയിൽ അല്ലെങ്കിൽ മലയാളീസിൻ്റെ കറികളിലെല്ലാം മസാല ഇല്ലാതെ എന്ത് ആഘോഷം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്തായാലും തീർച്ചയായിട്ടും അതിലിട്ടിരിക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. ശർക്കര ഇനിയും ഒഴിക്കേണ്ടി വരും കേട്ടോ, മധുരം കുറച്ച് മുന്നിലേക്ക് നിൽക്കണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊക്കെ ഇളക്കി. ഇനി വിനീഗറും കൂടി ചേർക്കണം കേട്ടോ. ശർക്കര ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഉരുക്കണം എന്നില്ല. ശർക്കര ഞാനിവിടെ അതെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് പൊടിച്ചെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ അതങ്ങ് ഡയറക്റ്റ് ഇട്ടാൽ മതി. ഇത് ടേസ്റ്റിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ അത് ഉരുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം, ടേസ്റ്റ് നോക്കാം. പിന്നെ അതിന് തിക്കാവുന്നുണ്ട് കേട്ടോ. ഒരു നല്ല ഒരു തിക്നെസ് നമുക്കറിയാമല്ലോ, സോസിൻ്റെ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണം. ടേസ്റ്റ് നോക്കണം. ഉപ്പ് ഇനി ഇടേണ്ട കാര്യമില്ല. ഉപ്പ് അത്ര മതി, ഇട്ടത് മതി. വിനീഗറും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് നന്നായി തിളയ്ക്കാൻ കിടക്കണം. പിന്നെ അതൊന്ന് കുറച്ച് വെള്ളമൊക്കെ പോയിട്ട് വറ്റണം ഒന്ന്. അപ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂടും അതിൻ്റെ. അപ്പം നോക്കാം കേട്ടോ നമുക്ക് എങ്ങനെ ഇരിക്കുമെന്നേ. കണ്ടില്ലേ ഗായ്സ്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കെച്ചപ്പ്. ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് തോന്നി ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ശകലം മുളക് പൊടി ഇട്ടാലോ എന്ന്. ഇടേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു കുറച്ചിടാന്ന് വിചാരിച്ചു. ഓക്കെ, തരി ഇത്രയ്ക്ക് ഇടണമല്ലോ കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കര കുറച്ചും കൂടി ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തേനിട്ട് ഇതിലേക്ക് ഇടണത്. ശർക്കര എത്രയോ ആഡ് ചെയ്യണോ അത്രയ്ക്കും ടേസ്റ്റ് കൂടുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ ഇതും കൂടി അതിൽ ആഡ് ചെയ്യാൻ പോവുകയാണേ. ഇതാ ഗായ്സ്, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇതിൻ്റെ കളറ് നോക്കൂ, എന്താ റെഡിഷ് ബ്രൗൺ കളറായിട്ടുണ്ട്. കണ്ടില്ലേ, അത് ശർക്കരയും കൂടി ആഡ് ചെയ്ത കാരണം കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ കിട്ടിയത്. ഇതൊന്നും എന്താ രസം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. സാധാരണ എനിക്ക് ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെ വലിയ താല്പര്യമില്ല, അങ്ങനെ ഇഷ്ടമില്ല, അങ്ങനെ കഴിക്കില്ല ഞാൻ മക്കൾക്കാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ക്രേസിയാണ് അവർക്ക് സോസ് കെച്ചപ്പൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കാറുണ്ട്. ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാ. കലയാണ് കാരണം. താങ്ക് യു സോ മച്ച് കല കാരണമാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലും ഇങ്ങനെ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടായത്. കുറേ തക്കാളി കിട്ടിയപ്പോഴേ എന്താ ഈ തക്കാളിയോട് ചെയ്യുക, ഫുള്ള് നമ്മൾ യൂസ് ചെയ്യില്ല എന്തായാലും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ എന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. ശർക്കര ആഡ് ചെയ്താൽ മതി, പഞ്ചസാര വേണ്ട. അപ്പോൾ പഞ്ചസാര ഇല്ലാതെ ശർക്കര ആഡ് ചെയ്തിട്ടായിരുന്നു നല്ല അടിപൊളി ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ഗായ്സ്, ഇവിടെ നമ്മുടെ ഹെൽത്തി ടൊമാറ്റോ കെച്ചപ്പ് ഇതാ റെഡി ആയി കഴിഞ്ഞ് കണ്ട. അതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ശർക്കര ആഡ് ചെയ്ത കാരണമാണ് ബ്രൗൺ റെഡിഷ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഹെൽത്തിയാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വിത്ത് സമോസയാണ് മോള് ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ട് കുഞ്ഞു? താങ്ക് യു കുഞ്ഞു. അപ്പോൾ മോൾക്ക് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം.